ഓണം ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കാമോ? അല്പം വിവാദപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കില് ജോഷി മയ്യാറ്റിലച്ഛൻ്റെ ഒരു പോസ്റ്റ് കാണാൻ ഇടയായി. ഓണം പൊതു ഇടങ്ങളിൽ ആഘോഷിക്കപ്പെടേണ്ട വിളവെടുപ്പിന്റെ ഉത്സവമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ എന്താണ് ഓണം നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമായ ഓണം അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ പുരാണപരമായ അടിസ്ഥാനം എന്ന് പറയുന്നത് വാമനനും മഹാബലി ഉൾപ്പെടുന്ന ഹൈന്ദവ മതപരമായ പരമ്പരയാണ്. അതുകൊണ്ട് എല്ലാവരും ആഘോഷിക്കുന്ന കേരളത്തിന്റെ ഉത്സവം എന്ന് പറയുന്ന ഈ ഓണം ക്രിസ്ത്യാനികൾ ആഘോഷിക്കപ്പെടേണ്ടതുണ്ടോ? എന്താണ് കർത്താവിന്റെ വചനം ഇതിൽ നിന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ജോഷി മയ്യാറ്റിലച്ഛന്റെ ആ ലേഖനത്തിലേക്ക് പോവുകയാണ്. ആ ലേഖനം മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല, പക്ഷെ അതിന്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ മുഴുവനായിട്ട് കാത്തലിക് വർഗ്ബി എന്ന യൂട്യൂബ് ചാനലിൽ ആഷിഖ് എന്ന യുവാവ് വളരെ മനോഹരമായി, വ്യക്തമായി, കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്രദർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ജോഷി മയ്യാറ്റിലച്ഛൻ പറഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്രദർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഓണം പൊതുവിടങ്ങളിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. ഓണത്തെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ട് ഒത്തിരി പേർ എനിക്ക് സന്ദേശം അയക്കുന്നു. കാരണങ്ങൾ കേൾക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഒന്നാം പ്രമാണ ലംഘനമാണെന്ന് ചില ധ്യാന ഗുരുക്കന്മാർ പറയുന്നത്രേ. ഓണാശംസ നടത്തിയാൽ പോലും പാപമാകുമത്രേ. അസുരന്റെ ഉത്സവമായതിനാൽ അത് പിശാച് സേവയാകുമത്രേ. എന്തെല്ലാം ജൽപ്പനങ്ങൾ. അദ്ദേഹം പറയുകയാണ്, ഒന്നാം പ്രമാണ ലംഘനമാണെന്ന് ചില ധ്യാന ഗുരുക്കന്മാർ പറയുന്നത്രേ. ജോഷി അച്ഛ, ശരിക്കും ഇതൊന്നാം പ്രമാണ ലംഘനം തന്നെ അല്ലേ? ഈ വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതിന്റെ ഓർമ്മയാണല്ലോ ഓണം. അല്ലാതെ കർത്താവ് ഈശോ മിശിഹാ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയതിന്റെ ഓർമ്മയൊന്നും അല്ലല്ലോ ഇത് ഒന്നാം പ്രമാണ ലംഘനമാവാതിരിക്കാൻ. അപ്പൊ മഹാബലിയും വാമനനും ക്രിസ്ത്യാനികളുടേതാണോ, ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെതാണോ? എല്ലാവർക്കും അറിയാം അത് ഹൈന്ദവമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓണം എന്ന് പറയുന്നത് വളരെ കറ തീർത്ത് നമുക്ക് പറയാം അത് ഹൈന്ദവരുടെ ആഘോഷമാണ്. പക്ഷെ പിൽക്കാലത്ത് ഈ ഓണം കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമാക്കി, കേരളത്തിന്റെ ഉത്സവമാക്കി മാറ്റി തെറ്റിദ്ധരിപ്പിച്ച ഇന്ന് ആളുകൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു. സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും കള്ളമില്ല, ചതിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആഘോഷങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓണം ക്രിസ്ത്യാനികളുടേതല്ല എന്നുള്ളതാണ്. അപ്പൊ അച്ഛൻ ഇവിടെ പറയുന്നു, ധ്യാനഗുരുക്കന്മാർ പറയുന്ന അത്രേ ഒന്നാം പ്രമാണ ലംഘനമാണ്. അത് അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇല്ലെങ്കിൽ ജോഷി അച്ഛൻ അതിന് കൃത്യമായ എവിഡൻസ് തരണം. ഓണം എന്ന് പറയുന്നത് ബൈബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ക്രൈസ്തവ പാരമ്പര്യത്തിലോ വിശുദ്ധ ബൈബിളിലോ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലോ ഒന്നിലും ഈ മഹാബലിയോ വാമനനോ ഇല്ല. ഇല്ലാത്തിടത്തോളം കാലം ഓണം ആരുടേതാണ്? ഹൈന്ദവരുടേതാണ്. ആരുടേതല്ല? ക്രിസ്ത്യാനികളുടേതല്ല. അത് ധ്യാനഗുരുക്കന്മാരല്ല, അത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെ അടുത്ത കാര്യം എന്താ പറയുന്നത്? ഓണാശംസ നടത്തിയാൽ പോലും പാപമാകുമത്രേ. തീർച്ചയായിട്ടും. കാരണം അവരുടെ ഓർമ്മയല്ലേ ആചരിക്കുന്നേ. അത് ആരെല്ലാം ചേർന്ന് ആഘോഷിക്കുന്നു, ആഘോഷമാക്കുന്നു, ആ ആചാരം അനുഷ്ഠിക്കുന്നു, അതെല്ലാം അവരോട് ചേർന്ന് നിൽക്കുക. അപ്പൊ തീർച്ചയായിട്ടും പാപമാണ്. ഇപ്പൊ ഓണത്തെ ഒരുപാട് പേര് എനിക്ക് വിശ്വസികൾ പറയാറുണ്ട്, വാട്സപ്പിലൂടെ അല്ലാതെയൊക്കെ. അവരോട് ഞാൻ പറയുന്നത് ഹാപ്പി ഓണം എന്ന് അവർ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഹാപ്പി ക്രിസ്മസ് എന്നാണ്. കാരണം നമുക്ക് ഒരു ആശംസയുള്ളല്ലോ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഭൂമിയിലേക്ക് വന്നു പിറന്നതിന്റെ സന്തോഷം, അല്ലാതെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയവന്റെ ഓർമ്മയല്ല. മൂന്നാം ദിവസം നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത, ലോകത്തിന് തന്നെ അത്ഭുതമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉദ്ധാന തിരുനാള് അല്ലേ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജനന തിരുനാള്. ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷം. നമ്മുടെ സഭയുടെ
കൂദാശകൾ, ഇതൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസിയുടെ ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഓണാശംസ നേരാൻ പാടില്ല, അത് പാപമാണ്. ഓണം പാപമാണെങ്കിൽ, ഓണം തെറ്റാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അത് തന്നെയാ, അതിൽ യാതൊരു മാറ്റമില്ല. അടുത്ത കാര്യം എന്താ പറയുന്നത്? അസുരന്റെ ഉത്സവമായതിനാൽ അത് പിശാച് സേവയാകുമത്രേ. തീർച്ചയായിട്ടും മഹാബലി എന്ന് പറയും, നമ്മൾ ഇന്ന് പറയുന്നത് മാവേലി വർഷത്തിൽ ഒരിക്കൽ വരുമെന്നൊക്കെ പറഞ്ഞ് പോളിഷ് ചെയ്തൊക്കെ റെഡിയാക്കി. പക്ഷെ ശരിക്കും മഹാബലി എന്ന് പറയുന്നത് ഹൈന്ദവ പുരാണത്തിൽ വായിച്ചാൽ നമുക്കറിയാം അതൊരു അസുരനാണ്, അല്ലെ? അപ്പൊ ഈ അസുരനെ തീർക്കാൻ വേണ്ടിയാണ് വിഷ്ണു 5ാമത് അവതരിച്ച് വാമനനായി വന്ന് 3ാമത്തെ പ്രാവശ്യം ചോദ്യം ചോദിച്ച് ആ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നത് പാതാളത്തിലേക്ക്, അസുരനായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അസുരന്റെ തിരുനാളാ. അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയാലോ അല്ലെ? ബൈബിളില് പിശാച്, സാത്താൻ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇവരുടെ ആഘോഷത്തിൽ തന്നെ വ്യക്തമാണ്. ഞാനിത് പറയുമ്പോ പ്രിയപ്പെട്ട ഹിന്ദുക്കള് വിഷമിക്കരുത്. കാരണം എനിക്ക് ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ എന്നെ അറിയാം. എന്നാൽ ഹിന്ദുക്കൾ തീർച്ചയായിട്ടും ഇത് ആചരിക്കേണ്ടതാണ്, അത് അവരുടെ ആഘോഷമാണ്. പക്ഷെ ഞങ്ങള് കത്തോലിക്കര്, ക്രിസ്ത്യാനികൾ, കർത്താവിന്റെ മക്കള് ഇതെടുത്ത് കോപ്പി അടിച്ച് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോ അത് ഞങ്ങളുടെ കൽപ്പന പ്രകാരം അത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് ഹൈന്ദവ സുഹൃത്തുക്കള് അവരുടെ ആചാരമാണ്, അവരുടെ അനുഷ്ഠാനമാണ്, അവർ അത് ആചരിക്കണം, ആഘോഷിക്കണം, കൊണ്ടാടണം. തീർച്ചയായിട്ടും അത് അവരുടെ വലിയൊരു സന്തോഷം തന്നെ. പക്ഷെ ക്രിസ്ത്യാനികൾ ദൈവത്തെ ഓർത്ത്, ദൈവത്തെ മനസ്സിലാക്കി, ദൈവവചനം വായിച്ചും അനുസരിച്ചും ജീവിക്കേണ്ടവരാണ്, അല്ലെ? ഇനി അടുത്ത പറയുകയാണ്, എന്തെല്ലാം ജൽപ്പനങ്ങൾ ആണ് ധ്യാന ഗുരുക്കന്മാരിൽ നിന്ന് വരുന്നത്. ജൽപ്പനങ്ങൾ എന്നാ പറയുന്നത് അവരുടെ വാക്കുകള്. ഈ ജോഷിയച്ചന് ധ്യാന ഗുരുക്കന്മാരോട് വല്ലാത്തൊരു അനിഷ്ടമാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ധ്യാന ഗുരുക്കന്മാരിൽ നിന്ന് എന്തെങ്കിലും മുറിവ് ഉണ്ടായിട്ടുണ്ടോ ഒന്നറിയില്ല. പക്ഷെ ജോഷിയച്ചൻ, ഞാനൊരു കാര്യം അച്ഛനോട് പറയാം. ഈ ധ്യാന ഗുരുക്കന്മാരുടെ ഇന്ന് സഭ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. കാരണം കഞ്ചാവിനും മയക്കമരുന്നിനും മറ്റു പല ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് സഭയില്ല, കൗദാശിക ജീവിതമില്ല, ദൈവവചനമില്ല, ദൈവം പോലും ഇല്ലാതെ ജീവിച്ചു പോകുന്ന മനുഷ്യര് ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ അവര് ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തെ അനുഭവിച്ച് ഒരു കർത്താവിന്റെ മക്കളായി മാറുക. അതായത് വിശുദ്ധ കുർബാനയ്ക്ക് പോവാത്തവര് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. അച്ഛൻ കണ്ടിട്ടില്ലേ? ധ്യാനം കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുക. കുമ്പസാരിക്കാതെ വർഷങ്ങളോളം ഇരുന്നവര് പിന്നീട് കുമ്പസാരിക്കുക. അപ്പോ ഇങ്ങനെ ധ്യാന ഗുരുക്കന്മാരിലൂടെ ഈ കാലഘട്ടത്തിൽ, കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെ? എത്രയോ ധ്യാന ഗുരുക്കന്മാരാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക്, അല്ലെ, ഉറക്കം പോലും ഇല്ലാതെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഓടുക. എന്തിനു വേണ്ടി? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. അവര് ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ജോഷിച്ചനോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, അങ്ങ് എന്താണ് അങ്ങയുടെ പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത്? അങ്ങേക്ക് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങത് വ്യക്തമാക്കണം. ധ്യാന ഗുരുക്കന്മാർ ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കുക. ഞാൻ ഓർക്കുകയാണ്, കർത്താവിനെ അറിയുന്നതിന് മുന്നേ വീട്ടിൽ വലിയ അത്തക്കളാണ് ഇടുന്നത്. ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളുടെ അയൽവാസികളിൽ വെച്ച് കോമ്പറ്റീഷനാ. അപ്പുറത്തെ വീട്ടിലെ ആള് ഇടുന്നതിനേക്കാൾ വലിയ അത്തക്കൾ ഇടണം. തലേദിവസം രാത്രി തന്നെ ഞാനും അപ്പനും അനിയത്തിമാരൊക്കെ കൂടി പോയി ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ച് പിറ്റേ ദിവസം രാവിലെ വരച്ച് റെഡിയാക്കി വലിയ അത്തക്കളം ഇടും. ഏറ്റവും വലിയ അത്തക്കളം ഞങ്ങളുടെ അയൽവാസികളുടെ ഇടയിൽ. വാഴയിലേക്ക് വെട്ടി ഓണ സദ്യ, ഓണപ്പായസം, തിരുവാതിര, ഓണപ്പാട്ട്, വടംവലി, ഇങ്ങനെയൊക്കെ ആഘോഷിച്ച് നടന്നവരാ ഞങ്ങള്. മനസ്സിലാവുന്നുണ്ടോ അച്ഛന്? അല്ലെ, ഞങ്ങൾ ആരും ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴേ ഓണം ആഘോഷിക്കാം. ഞങ്ങളൊക്കെ ഓണം ആഘോഷിച്ചു വരാം. പക്ഷെ പിൽക്കാലത്ത് ഞങ്ങൾ കർത്താവിനെ അറിയാനിടയായി. ഈ ഓണാഘോഷം മാത്രമല്ല കേട്ടോ, അതിനിടയിൽ പല ദുശീലങ്ങളും ഞങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിനെ അറിയാനിടയായ ചില ധ്യാനങ്ങളുണ്ട്, ചില ധ്യാന ഗുരുക്കന്മാരുടെ വചനപ്രഘോഷങ്ങളുണ്ട്. അതിലൊക്കെ പങ്കെടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റു മനസ്സിലായത്, ആ ദുശീലങ്ങളിൽ നിന്ന് മാറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പൊ മനസ്സിലായി ഓണം എന്ന് പറയുന്നത് അത് ക്രൈസ്തവരുടേതല്ല, ഹൈന്ദവരുടേതാണെന്ന്. ഏറ്റവും ഇഷ്ടമുള്ള ആ കാര്യം ഈശോയ്ക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ധ്യാന ഗുരുക്കന്മാർക്ക് ഓണം ആഘോഷിക്കാതെ അവർ മാറ്റുന്ന അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണെന്ന്? ഇല്ല. ആർക്കാണ് ഇതൊക്കെ ആഘോഷിക്കാൻ താല്പര്യമില്ലാത്തത്? എല്ലാവർക്കും ആഘോഷിക്കാൻ താല്പര്യമുണ്ട്. ധ്യാന ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ ദൈവവചനത്തിനും കർത്താവിന്റെ കൽപ്പനകൾക്കും എതിരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോ ആ സന്തോഷത്തെ, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവർ മാറ്റിവെച്ചു. ഞങ്ങൾ മാറ്റിവെച്ചു. അതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് പലരും ചോദിക്കും, അല്ല സഹോദര, ഓണം ആഘോഷിച്ചെന്നും പറഞ്ഞ് ഞങ്ങൾ ആര് ഹിന്ദുക്കളാവുന്നില്ല. ഒരു സഹോദരൻ എന്നോട് കഴിഞ്ഞിടെ പറഞ്ഞതാ, ഓണം ആഘോഷിച്ച് ഞങ്ങൾ ഹിന്ദുക്കളാവുന്നില്ല. ശരിയാ, ആരാ ഹിന്ദുക്കളാവുന്നില്ല? ആരെങ്കിലും ഹിന്ദുക്കളാവുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും അവരുടെ അമ്പലത്തിൽ ദിവസേന പോയി തൊഴുതുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഓണം ആഘോഷിക്കുന്നതിന് തെറ്റ്? ഓണം ഒരു സാംസ്കാരിക ആഘോഷമല്ല, അങ്ങനെ കണ്ടാ പോരെ. പ്രിയപ്പെട്ടവരെ, ഓണത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കണം. ഇത് ഹൈന്ദവരുടെ ആചാരമാണ്. അതിനോട് ചേർന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. വിശുദ്ധ ബൈബിളില് നിയമാവർത്തനങ്ങളുടെ പുസ്തകം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ച് അങ്ങനെ പറഞ്ഞു. ഒരിക്കൽ കൂടി വായിക്കാം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. നമ്മൾ കേരളത്തിലാണ്. കേരളത്തിലുള്ള ആചാരമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അത് കേരളത്തിന്റെ ഉത്സവമാക്കി, കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമാക്കി മാറ്റിയാലും, എങ്ങനെയൊക്കെ മാറിയാലും അത് ഈ ദേശത്തെ ആചാരമാണ്. കർത്താവ് പറയാണ്, നീ ആയിരിക്കുന്ന ദേശത്തെ ദുരാചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓണം ആഘോഷിച്ചില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സന്തോഷം ഇല്ലാതെ അതിലും വലിയ സന്തോഷമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന മഹാബലിയല്ല, എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്ന ഞങ്ങളുടെ യേശു കാൽവരിയിൽ 2026 വർഷങ്ങൾക്ക് മുൻപ് മഹാബലിയായി, മറ്റൊരു ബലി അർപ്പിക്കാനില്ലാത്ത വിധം മഹാബലിയായി പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിച്ച ബലിയാണ് കാൽവരി ബലിയാണ്. ഏറ്റവും വലിയ ബലി. അതാണ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നത്. വിശുദ്ധ ബലി, സഭയുടെ കൂദാശകൾ, വിശുദ്ധരുടെ തിരുനാളുകൾ, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നത്. കർത്താവിനെ അറിഞ്ഞപ്പോഴുള്ള കാര്യമാണ് ബ്രദർ പറയുന്നത്. അല്ലാതെ ഓണം ആഘോഷിക്കുമ്പോഴല്ല. ആഘോഷിക്കുന്നവര് ആഘോഷിച്ചോ, ഒന്നും പറയുന്നില്ല, അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അടുത്ത കാര്യം പറയാണ് ജോഷിയച്ചന്റെ ലേഖനത്തില്, ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് ആ ധ്യാന ഗുരുക്കന്മാരെയും അവരുടെ അന്ധഭക്തരെയും ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നതിനാൽ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കും. എന്തോ, ധ്യാന ഗുരുക്കന്മാരെയും അവരുടെ അന്ധഭക്തരെയും. ജോഷിയച്ച, ഇന്ന് ഞാൻ ഒരു വചന പ്രഘോഷകനായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാൻ എന്റെ കുടുംബവും വർഷങ്ങൾക്ക് മുന്നേ ഗുരുമൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് പനക്കലച്ചന്റെ ധ്യാനം കൂടിയാണ് ഞങ്ങൾ മാനസാന്തരപ്പെടുന്നത്. തകർന്നുപോയ ഞങ്ങളെ ആ ധ്യാനത്തിലൂടെ കർത്താവാണ് കരം പിടിച്ചുയർത്തിയത്. ഒരുപക്ഷെ ആ ധ്യാനം കൂടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇതാകുമായിരുന്നില്ല. ഇവിടെ വെച്ച് കർത്താവിനെ പറഞ്ഞു മാനസാന്തരപ്പെട്ടു. കർത്താവ് ഞങ്ങളുടെ തകർച്ചകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി തുടങ്ങി. പിന്നീട് ഞാൻ പോലും വിചാരിച്ചില്ല ഒരു ധ്യാന ഗുരുവായി മാറുമെന്ന്. അതുപോലെ കർത്താവ് എന്നെ ഒരു ധ്യാന ഗുരുവാക്കി മാറ്റി. ഇന്നും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാനൊരു മറൈൻ എഞ്ചിനീയറാണ്. അങ്ങനെ ആഗ്രഹം ഉണ്ടായത് ഞാൻ ഒരിക്കലും മറൈൻ എഞ്ചിനീയറിംഗ് പോകില്ലായിരുന്നു. പഠിച്ച കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ, ഹൈ ഡിസ്റ്റിങ്ഷനോടെ ഒന്നാമനായി പാസ്സായി, ലക്ഷങ്ങൾ സാലറി വന്ന സമയത്ത് ആ ജോലി ഈശോയ്ക്ക് വേണ്ടി തട്ടിത്തെറിപ്പിച്ചാണ് ഇന്ന് കർത്താവിന്റെ ശുശ്രൂഷകനായി ഞാൻ നിൽക്കുന്നത്. കാരണം ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല. കർത്താവ് എന്നെ വിളിച്ചതാണ്. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാ ധീരതയോടെ വചനത്തിൽ വെള്ളം ചേർക്കാതെ പറയേണ്ടതുപോലെ ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ കഴിയും. എനിക്ക് ആരുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു പേടിയില്ല. കാരണം എന്റെ ശക്തി എന്റെ കർത്താവാണ്.
എന്നെ വളർത്തിയത് ഒരു മനുഷ്യനുമില്ല, എന്നെ വളർത്തിയത് കർത്താവാണ്. എന്നെ തളർത്തിയത് മനുഷ്യരാണ്. അത് ഏത് മനുഷ്യർ? ആത്മീയ മനുഷ്യരാണ്. അതുകൊണ്ട് അന്ധഭക്തരെന്ന് പറയരുത്. കാരണം ഇന്ന് ഈ ഭക്തരായി ഇങ്ങനെ പള്ളിയിൽ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ധ്യാന ഗുരുക്കന്മാര് നൽകിയ പ്രാർത്ഥനകളാണ്. ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമങ്ങൾ പറയാൻ പള്ളിയിൽ അച്ഛന്മാരില്ല, അവരെ കിട്ടില്ല, അവർ പല തിരക്കില, മീറ്റിങ്ങുകളില. പക്ഷെ ഞങ്ങളെ കേൾക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഓടിയെത്താനും ധ്യാന ഗുരുക്കന്മാരാണുള്ളത്. ജോഷിയച്ച അവര് ഇടപെടുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയും വിശ്വാസികൾ കേരള സഭയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധ്യാന ഗുരുക്കന്മാരെ കുറിച്ച് നമ്മൾ കുറ്റം പറയരുത്. ഒരുപക്ഷെ ധ്യാന ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോ അങ്ങേക്ക് റീച്ച് കിട്ടുന്നതുകൊണ്ടാവാം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അത് അത്ര നല്ലതല്ല. ശരിക്കും അച്ഛന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും അല്ല അച്ഛൻ ചെയ്യേണ്ടത്. ഇനി ജോഷി അച്ഛന് ഓണം ആഘോഷിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹമെങ്കിൽ അച്ഛനായിരിക്കുന്നിടത്ത് ഓണം ആഘോഷിച്ചോ. ആർക്കും അതിന് ഒരു പരാതിയില്ല. എത്രയോ വൈദികർ ഓണം ആഘോഷിക്കുന്നു, എത്രയോ കോൺവെന്റിൽ സിസ്റ്റേഴ്സ് ഓണം ആഘോഷിക്കുന്നു, എത്രയോ മെത്രാന്മാർ ഓണം ആഘോഷിക്കുന്നു. ആർക്കെങ്കിലും ഓരോരുത്തരുടെയും ഫ്രീഡമാണ്, ഓരോരുത്തരുടെയും അല്ലെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമം അനുസരിച്ച് ഓരോരുത്തർക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ കർത്താവിന്റെ മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അങ്ങ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ദയവായിട്ടൊരു അപേക്ഷയാണ്, കൺഫ്യൂഷൻ കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ ഓണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു വചനവും കൂടി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 7-ാം വാക്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം കേട്ടോ. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശ്രദ്ധിച്ചോ നിങ്ങൾ? ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. വിശുദ്ധ ബൈബിള് പറയാ, ഞാൻ പറഞ്ഞല്ല, കർത്താവിന്റെ വചനം പറയുകയാണ്. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്യണം? അവഗണിക്കണം. അല്ലാതെ അതിനോട് ചേർന്ന് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഇതല്ലേ സ്നേഹം, ഇതല്ലേ സൗഹാർദ്ദം, ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മതസൗഹാർദ്ദമല്ല, മതസൗഹാർദ്ദം വിളമ്പിയാണ് സഭയിലേക്ക് പിശാച് കടന്നു വന്നത്. സഭ നാണം കെടുന്നത് ഈ മതസൗഹാർദ്ദം എന്ന ഈ കാര്യത്തിലൂടെ പിശാചിനെ വിളിച്ചു കയറ്റിയത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളും ചെയ്യും, കുഴപ്പമില്ല. നമുക്ക് വേണ്ടത് മതസൗഹാർദ്ദമല്ല, നമുക്ക് വേണ്ടത് മനുഷ്യ സൗഹാർദ്ദമാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഏത് മതത്തിലുള്ളവനെയും സ്നേഹിക്കണം, അവരെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. ഇതാണ് മനുഷ്യ സൗഹാർദ്ദം, അല്ല മതസൗഹാർദ്ദമല്ല. വിശ്വാസം കൂട്ടിക്കുഴച്ചൊരു അഴകുഴമ്പ പരുവത്തില് തവളയെ പോലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആത്മീയതയല്ല. തവള ആത്മീയതരാകരുത് നമ്മള് കേട്ടോ. തവളയെ പോലെയുള്ള ആത്മീയരായി മാറരുത്. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണം, നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം, നമുക്കൊരു ഫോക്കസ് ഉണ്ടാവണം. നമ്മുടെ കർത്താവായിരിക്കണം നമ്മുടെ ഫോക്കസ്. നമ്മൾ പറയാണ്, ലൗകികവും അർത്ഥശൂന്യമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക, അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഈ ഓണം എന്ത് ചെയ്യണം? നിങ്ങള് അവോയ്ഡ് ചെയ്യണം, അവഗണിക്കണം. എന്നിട്ട് പറയാണ്, ദൈവഭക്തിയിൽ പരിശീലനം നേടണം. ദൈവഭക്തിയിൽ പരിശീലനം നേടണം. അങ്ങനെ പരിശീലനം നേടുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. ജോഷിച്ചൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓണത്തെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ട് ഒത്തിരി പേർ എനിക്ക് സന്ദേശം അയക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സന്ദേശം അയക്കുന്നത് ഇത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ക്രിസ്ത്യാനികളാണോ കർത്താവ്? കാരണം ഈ സന്ദേശം അയക്കുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കാം, നിരീശ്വരവാദി ആയിരിക്കാം, ബൈബിളിനെ കുറിച്ച് ഒരു പിടിയില്ലാത്തവനായിരിക്കാം. കാരണം ജോഷിച്ചനാണ് അയച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശം ഓണത്തെ കുറിച്ച്. ജോഷിച്ചൻ പറയാണ് ഓണം ആഘോഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവരെല്ലാരും ഓണം ആഘോഷിക്കാൻ പാടില്ല. ഇനി ജോഷിച്ചൻ പറയണം ഓണം ആഘോഷിക്കാം എന്ന് പറഞ്ഞാൽ ഓണം ആഘോഷിക്കാം. എന്നിട്ട് പറയുകയാണ്, ധ്യാനഗുരുക്കന്മാര് പറയുന്ന അന്ധഭക്തരെന്ന്. ധ്യാനഗുരുക്കന്മാര് പറയുന്നത് കേൾക്കുന്ന അന്ധഭക്തരെന്ന്. ഇപ്പൊ ജോഷിയച്ചൻ പറയുന്നത് കേൾക്കുന്നവർ എന്തു പറയണം? ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം.
നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ. അല്ലാതെ ഇതിന്റെ പുറകെ നമ്മൾ പോരുത്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ആര് പറയുന്നത് കേൾക്കണം. ധ്യാന ഗുരുക്കന്മാർ പറയുന്നത് നമ്മൾ കേൾക്കണം. കാരണം എന്താണെന്നറിയോ, ധ്യാന ഗുരുക്കന്മാർ പറയുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. ബാക്കിയുള്ളവർ പറയുന്നത് ഫിലോസഫിയും തിയോളജിയും പഠിച്ച് ഡോക്ടറേറ്റ് നേടി അതിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ധ്യാന ഗുരുക്കന്മാര് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്നത്. അതുകൊണ്ട് അവര് പറയുന്നത് കേൾക്കണം. ജോഷിയച്ച, ദയവ് ചെയ്ത് ഇനി അങ്ങ് ഇതുപോലുള്ള പോസ്റ്റ് ഇടരുത്. അങ്ങേക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ ഞങ്ങൾ ആഘോഷിച്ചോ, ഞങ്ങൾ ആർക്കും അതിന് എതിർപ്പില്ല. പക്ഷെ ഇതുപോലുള്ള പോസ്റ്റ് ഇട്ട് വിശ്വാസികളെ കൺഫ്യൂഷൻ ആക്കരുത്. ഇപ്പോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഡൊമിനിക് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാലഘട്ടത്തിൽ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷനാണ്. കാരണം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുക. പനക്കലച്ചനും നായിക്കമ്പറമ്പിലച്ചനും വട്ടയലച്ചനും ഡൊമിനിക് അച്ഛനും ദാനിയേൽ അച്ഛനും വാഴരിക്കൽ അച്ഛനും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക ഓണം ആഘോഷിക്കരുത്, ഓണം ആഘോഷിക്കരുത്. അപ്പൊ നമ്മുടെ പള്ളിയിലുള്ള അച്ഛന്മാരോ അവര് പറയുകയാണ് ഓണം ആഘോഷിക്കും, വലിയ അത്തങ്ങൾ ഇടണം, നമുക്ക് തിരുവാതിര കളിക്കണം, ഓണം പാട്ട് പാടണം, വടംവലി മത്സരം വെക്കണം, ഓണം അടിപൊളിയാക്കണം. അപ്പൊ ജനം ചിന്തിക്കുക, അല്ല അണക്കരയിൽ പോയപ്പോ ഡൊമിനിക്കച്ചൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, സിഹിയോലിൽ പോയപ്പോ വട്ടയലച്ചൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, അല്ല ട്രിവാൻഡ്രത്ത് പോയപ്പോ ദാനിയേലച്ചൻ പറഞ്ഞ എങ്ങനെയല്ലല്ലോ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതാണ് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. ദയവ് ചെയ്ത് ജോഷിയച്ച അങ്ങയെ പോലെയുള്ള ഒരാള് ജനങ്ങളെ അല്ലേ വഴിതെറ്റിപ്പോയവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടവര്. ഒരിക്കലും ഒരു കൺഫ്യൂഷൻ കൊടുത്ത് വഴി തെറ്റിച്ച് കളയരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തിമോഥെയോസ് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം അവിടെ കർത്താവിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4 മുതലുള്ള തിരുവചനം, 4 മുതൽ 7 വരെയുള്ള തിരുവചനം. വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അത്. കണ്ട പോസ്ലിയ വളരെ കൃത്യമായിട്ട് പറയുക, വ്യാജ പ്രബോധനം നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ അരുത്. അടുത്ത വാക്യം എന്താ പറയുന്നത്? ഈ കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിന്റെ കാര്യ വിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സംശയങ്ങൾ ജനിപ്പിക്കുന്നതിനേ ഉപകരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കണ്ടോ, ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ കാര്യ വിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സംശയങ്ങളെ ജനിപ്പിക്കുകയുള്ളൂ. കണ്ടോ, ജനത്തിന് കൺഫ്യൂഷനാ, സംശയമാണ്. ആര് പറഞ്ഞത് ഞങ്ങൾ കേൾക്കണം? ജോഷിച്ചൻ ജനം ആര് പറയുന്നത് കേൾക്കും? ജോഷിച്ചൻ പറയണത് കേൾക്കണോ, അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാര് പറയുന്നത് കേൾക്കണം? ഏതാണ് സത്യം? പ്രിയപ്പെട്ടവരെ, ഒന്നേ ഉള്ളൂ, ധ്യാന ഗുരുക്കന്മാര് അവര് പറയുന്നതല്ല, അവര് പറയുന്നത് കർത്താവിന്റെ വചനമാണ്. കർത്താവിന്റെ വചനം കർത്താവിന്റെ വാക്കാണ്. അത് കേട്ടാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത വാക്യം എന്താ പറയുന്നത്? അവരെ കുറ്റപ്പെടുന്നതിന്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസ്സാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. കണ്ടോ, ഫിലോസഫർ പറയുകയാണ്, ഇതവരെ കുറ്റപ്പെടുത്തി അവരെ മുറിവേൽപ്പിക്കുകയല്ല, സ്നേഹം കൊണ്ട് പറയുക. സ്നേഹം കൊണ്ട് പറയും. ജോഷിച്ച അങ്ങോട്ട് സ്നേഹം കൊണ്ടാ ഇത് പറയുന്നത്. അടുത്ത വാക്യം പറയുകയാണ്, ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക്. ഓണം ആഘോഷിക്കുന്നതിന് എന്താ കുഴപ്പം? എന്താ തെറ്റ്? അർത്ഥശൂന്യമായ ചർച്ചകളായത്. ഇതിലൊന്നും നമ്മൾ പോകരുത്. 7-ാമത്തെ വാക്യം, നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം, എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിയില്ല. കണ്ടോ, എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിയില്ല. ജോഷിച്ചൻ ലേഖനം അവസാനിപ്പിക്കുമ്പോ പറയുന്നത് ഞാൻ വായിച്ചുതരാം കേട്ടോ. മേൽ പറഞ്ഞതിലൂടെ ഓണം വേണ്ടയെന്നോ ക്രൈസ്തവർക്ക് ഓണാഘോഷം നിഷിദ്ധമാണെന്നോ ഒട്ടും വിവക്ഷിക്കുന്നില്ല. അതായത് രണ്ടിലും പെടാണ്ടാണ് കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഓണം വേണമെന്നോ വേണ്ടയെന്നോ വിവക്ഷിക്കുന്നില്ല. മറിച്ച് ആരാധനക്രമവും പള്ളിക്രമവും വിവേകത്തോടെ കാത്തു സൂക്ഷിക്കാനും
എന്ന് വ്യക്തമാക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രായോഗികമായ വാദം ഒരു ട്രോജൻ കുതിരയാണ്. അതിന് ഇടം കൊടുത്താൽ പിന്നെ സെൻസ് ഓഫ് ദ സേക്രഡിനെ ഇടം കണ്ടെത്താൻ ഭാവിയിൽ നമ്മൾ ഏറെ ക്ലേശിക്കേണ്ടി വരും. അടുത്ത ഞായറാഴ്ചയും പള്ളിയിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പള്ളിയായി തോന്നണമല്ലോ. കണ്ടോ, ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞ ജോഷിയച്ച അവസാനം പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അടുത്ത ഞായറാഴ്ച പള്ളിയിലെത്തുന്ന കുട്ടികൾക്ക് പള്ളിയായി തോന്നണമല്ലോ. എവിടെ പറഞ്ഞു, എവിടെ നിർത്തി? അദ്ദേഹത്തിന്റെ ഈ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞു തുടങ്ങുന്നു. ആദ്യം ജാനൂരികന്മാരെ കുറിച്ച് കുറ്റം പറയാൻ, അവസാനം ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്നും പറയും. കണ്ടോ, അത് തന്നെ വചനം കൃത്യമായിട്ട് പറയുന്നേ. നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം. എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിവില്ല. അവർക്ക് തന്നെ അറിവില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, അറിവ് നല്ലതാണ്. അത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും, തിന്മയിലേക്ക് നയിക്കും. പക്ഷേ ഒരു വിശ്വാസിക്ക് വേണ്ടത് അറിവാണ് അല്ല, ഒരു വിശ്വാസിക്ക് വേണ്ടത് തിരിച്ചറിവാണ്. അറിവ് നന്മയിലേക്കും ചിലപ്പോൾ തിന്മയിലേക്കും നയിക്കുമെങ്കിൽ തിരിച്ചറിവ് രക്ഷയിലേക്ക് മാത്രമാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത്, ഈ ടോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അറിവല്ല. അറിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോയി നിങ്ങൾ ഓണം ആഘോഷിക്കും തീർച്ച. പക്ഷെ തിരിച്ചറിവ് കിട്ടിയവരാണോ? ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് കിട്ടിയോ എങ്കിൽ നിങ്ങൾ എന്തൊരു തീരുമാനമെടുക്കും, ഇനി മുതൽ ഞാനും എന്റെ കുടുംബം ഓണം ആഘോഷിക്കുന്നത്. ഇതാണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ തിരിച്ചറിവുള്ളവരായി മാറും. ജോഷിയച്ചനോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം, അച്ഛാ ഇതുപോലെയുള്ള പോസ്റ്റ് ഇനി അങ്ങിടരുത്. കാരണം ജനത്തിന് ഇപ്പൊ എല്ലാം അറിയാം. നെല്ലേതെന്നും പതിരേതെന്നും കള ഏതെന്നും വിള ഏതെന്നും വിശ്വാസികൾക്കറിയാം. ശരി ഏതെന്നും തെറ്റേതെന്നും ഇരുളും വെളിച്ചവും ഏതെന്നും അറിയാം അച്ഛ. അതുകൊണ്ട് അച്ഛന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അച്ഛനെ ഒരു തവണ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. വൈപ്പിൻ മുനമ്പത്തെ പ്രശ്നം വന്നപ്പോ വഖഫ് ബോർഡിന് വേണ്ടി, മുനമ്പംകാർക്ക് വേണ്ടി അങ്ങ് ഒരുപാട് സംസാരിച്ചു. അതുപോലെ ചെല്ലാനം കടക്ഷോഭം നടന്നപ്പോ ചെല്ലാനത്തെ തീരദേശവാസികൾക്ക് വേണ്ടി അന്ന് സംസാരിച്ചു. ഇതൊക്കെ അങ്ങയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഇടയ്ക്ക് വന്നിട്ട് വിശ്വാസികളെ ആശയക്കുഴപ്പത്തിലാക്കാനോ ധ്യാന ഗുരുക്കന്മാരെ ചീത്ത പറയാനോ അങ്ങ് പോകരുത്. അത് ശരിയല്ല, അത് നല്ലതിനല്ല എന്ന വിശ്വാസികൾക്ക് എല്ലാം അറിയാനുള്ള വിവേകം കർത്താവ് ഈ കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സ്നേഹവും ബഹുമാനവും നിർത്തിക്കൊണ്ട് ജോഷിയച്ചനോട് ഞാൻ പറയുകയാണ്, ഇതുപോലെയുള്ള ലേഖനങ്ങൾ അങ്ങ് ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, ഓണം ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി തന്നെ. പക്ഷേ അത് ക്രിസ്ത്യാനികളുടെ, ക്രൈസ്തവരുടെ ക്രിസ്തീയ ആഘോഷമല്ല. ഈ സത്യം തിരിച്ചറിയണം. ക്രിസ്ത്യാനി ചിലപ്പോൾ ഓണം ആഘോഷിക്കുമായിരിക്കാം. കാരണം ഇന്നത്തെ ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചാൽ പള്ളിയിൽ കയറാത്തവനും കുമ്പസാരിക്കാത്തവനും വൈദികരെയും സഭയും തെറി പറയുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. അപ്പൊ അവൻ ഓണം ആഘോഷിച്ചോട്ടെ. പക്ഷെ വിശ്വാസി ഓണം ആഘോഷിക്കരുത്. അവര് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കണം. കർത്താവിന്റെ മക്കളായി കർത്താവിന്റെ വചനം പറയുന്നത് കേട്ട് അനുസരിച്ചു ജീവിക്കേണ്ടവരാണ് ഓരോ വിശ്വാസികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓണം അത് ക്രിസ്ത്യാനികൾ ആഘോഷിക്കേണ്ടതല്ല, അത് ഹൈന്ദവരുടേതാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞെങ്കിൽ, മനസ്സിലായെങ്കിൽ ഓണാഘോഷം ഇന്നും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, നിങ്ങളുടെ ഓഫീസിലുള്ളവരാകാം, അവർക്കെല്ലാവർക്കും ഈ മെസ്സേജ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു. ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഓണം ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കാമെന്ന് വീഡിയോ പോസ്റ്റുകൾ ഇടുന്ന എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവരുടെ എല്ലാവരുടെ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനും ജ്ഞാനത്താലും വെളിവിനാലും വിവേകത്താലും ദൈവജനത്തെ നയിക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി, ജോഷിയത്തിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.